ഹായ് കൂട്ടുകാരെ, ഇന്നലെ യോഗാ ദിനമായിരുന്നല്ലോ. ഒരുപാട് വീഡിയോസും ഫോട്ടോസും യോഗയെ പറ്റിയിട്ടൊക്കെയുള്ള ഒരുപാട് മെസ്സേജസൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും മീഡിയാസിലും എല്ലായിടത്തും നമ്മൾ കണ്ടു. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ നാട്ടിലുള്ള എൻ്റെ ചേച്ചി, മൂത്ത സിസ്റ്റർ ചേച്ചി യോഗ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും പള്ളികളിലും അങ്ങനെ ഒരുപാട് പൊതുവേദികളിൽ ചേച്ചി പോയി യോഗയെ പറ്റി ഒരു ടോക്ക് എടുക്കുകയും യോഗ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ചേച്ചി വീട്ടിൽ തന്നെ യോഗ സെൻ്റർ ഉണ്ട്, ഒരുപാട് പേര് അവിടെ വന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഒരു യോഗയെ പറ്റിയിട്ടുള്ളൊരു മെസ്സേജ് നമ്മുടെ ഈ യൂട്യൂബിലെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ചേച്ചി തയ്യാറാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ചങ്ക് ഷീബ, അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ. അത്രയ്ക്ക് സപ്പോർട്ടാണ് ഷീബ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ ഷീബയുടെ ചങ്കിൻ്റെ ചങ്കായ സുധീശൻ, ഹസ്ബൻഡ്, എന്ത് പറഞ്ഞാലും നോ പറയാറേ ഇല്ല സുധീശൻ. അവരുടെയൊക്കെ ജോലി തിരക്കിനിടയ്ക്ക് അവർ സമയം കണ്ടെടുത്ത് ഇന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി അവിടെ ചേച്ചിയായിട്ടൊരു ടോക്ക് ചെയ്തു. അതിലുപരിയായിട്ട് എൻ്റെ ഒരു അനുജത്തിക്കുട്ടിയായിട്ട് ഞാൻ എപ്പോഴും ഞാൻ ചേർത്ത് പിടിക്കുന്ന എൻ്റെ പ്രമീളയും പ്രമീളയുടെ മോനും, അവർക്കൊന്നും ഒരുപാട് ജോലി തിരക്കുണ്ടായിരുന്നു. അവരും എല്ലാവരോടും കൂടി ആലുവയിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ചേച്ചിയായിട്ട് യോഗയെ പറ്റിയിട്ട് എന്തൊക്കെ നമുക്കറിയാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കി നമുക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ അതുകൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചേച്ചിക്കും ഷീബ, സുധീശൻ, പ്രമീള, മോൻ എല്ലാവർക്കും താങ്ക് യു. ഞാൻ ആനി ലിസിയുടെ ചേച്ചിയാണ്. ഇവിടെ ആലുവയിലാണ് താമസിക്കുന്നത്. ഇവർ രണ്ടുപേരും ലിസിയുടെ ഫ്രണ്ട്സാണ്. അവരെ തന്നെ ഒന്ന് പരിചയപ്പെട്ടെ. എൻ്റെ പേര് ഷീഫ. എൻ്റെ സ്വദേശം കുറ്റിപ്പുഴയാണ്. ലിസിയും ഞാനും ബാച്ചുമേറ്റാണ്. അപ്പോൾ അതിലുപരി ഞങ്ങൾ രണ്ടാളും സുഹൃത്തുക്കളാണ്. അപ്പോൾ ലിസിയുടെ ചേച്ചി ആനി ചേച്ചിയാണത്. ഞങ്ങളുടെയും കൂടി ചേച്ചിയാണ്, പ്രിയപ്പെട്ട ചേച്ചി. അപ്പോൾ യോഗ ടീച്ചറായിട്ട് 21 വർഷം ഇപ്പോൾ ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ നമുക്ക് യോഗാ ദിനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ചേച്ചിനോട് നേരിട്ട് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. ഓക്കെ, സന്തോഷം. എൻ്റെ പേര് പ്രമീള, കുറ്റിപ്പുഴയാണ് നാട്. ചേച്ചിയുടെ സുഹൃത്താണ്. ഇപ്പോൾ ഇന്ന് പാഞ്ചേച്ചിയുടെ അടുത്ത് വന്ന് യോഗയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് യോഗാ ദിനം എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ യോഗാ ദിനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എല്ലാ വർഷവും ജൂൺ 21-ാം തീയതി യോഗാ ദിനം. അത് ശരിക്കും നമ്മുടെ 2014 നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി അദ്ദേഹം UNOയിൽ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഈ യോഗയുടെ ഗുണങ്ങളും മൂല്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത് എല്ലാ രാജ്യത്തും പ്രചരിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഗുണം ചെയ്യുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇത് ആവശ്യപ്പെട്ടു. UNO അത് അംഗീകരിച്ചു. അപ്പോൾ എല്ലാ വർഷവും ജൂൺ 21-ാം തീയതി യോഗാ ദിനമായിട്ട് കൊണ്ടാടും. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ രാജ്യങ്ങളിലും യോഗ ഇന്ന് പ്രാക്ടീസ് ചെയ്യും. ഇതാണ് വിശേഷം. അപ്പോൾ യോഗ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉപകരിക്കപ്പെടുന്നു കൂടി ചേച്ചി പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ. യോഗ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ലഭിക്കും. ശരീരത്തിന് നല്ലൊരു ആരോഗ്യം ലഭിക്കും. പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ മാറിക്കിട്ടും. പിന്നെ നമുക്ക് സ്ട്രെസ്, ടെൻഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ മാറിപ്പോകും. ഈ യോഗയെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു ടെൻഷൻ ഫ്രീ ടാബ്ലറ്റാണെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കൂടുതൽ ഓക്സിജൻ നമ്മുടെ ബോഡിയിലോട്ട് പ്രവേശിക്കും, ഡീപ് ബ്രീത്തിങ് ഒക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ ബ്ലഡൊക്കെ നന്നായിട്ട് പ്യൂരിഫിക്കേഷൻ വരും. എല്ലാ അവയവങ്ങളിലേക്കും ബ്ലഡൊക്കെ നന്നായിട്ട് സർക്കുലേഷൻ നന്നായിട്ട് വരും. അങ്ങനെയാണ് ഈ രോഗങ്ങളൊക്കെ കുറയാനുള്ള സാധ്യത. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സിസ്റ്റവും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ എനിക്കൊരു സംശയം കൂടിയുണ്ട്. ഞാൻ ഇത്തിരി വണ്ണമൊക്കെയുള്ള ആളായതുകൊണ്ട് ഈ യോഗ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ആപ്ലിക്കബിൾ ആവുമോ? എൻ്റെ വണ്ണം കുറയുമോ? ഇതൊക്കെ ആൾക്കാർ പറയുന്നത് യോഗ ചെയ്താൽ വണ്ണം കുറയുന്നു. അത് എത്രത്തോളം ഉണ്ട് ചേച്ചിയുടെ പറയാൻ? ഈ യോഗ എന്ന് പറയുന്നത് കുറച്ച് ആസനാസം മാത്രമല്ല, അതിൽ കുറച്ച് സ്ട്രെച്ചിങ് എക്സർസൈസുകളുണ്ട്, ബ്രീത്തിങ് എക്സർസൈസുകളുണ്ട്, ജോഗിങ്, കുറേ നമുക്ക് നമ്മുടെ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കലോറിയെ കൂടുതലായിട്ട് വ്യയം ചെയ്യുന്ന രീതിയിലുള്ള ഓരോ ഭാഗത്തിനും നമ്മൾ പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അബ്ഡമനൊക്കെ കൂടുതലായിട്ട് ഇരിക്കുന്നത് ഒബിസിറ്റി പ്രോബ്ലമൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നമ്മുടെ കലോറിയെ വ്യയം ചെയ്യുന്ന രീതിയിലുള്ള യോഗാസനങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കും. അപ്പോൾ കുറച്ച് ദിവസമായി കഴിഞ്ഞു ഇത് മാത്രം പോരാട്ടോ, ഒരു ഫുഡും കുറച്ച് കൺട്രോൾ ചെയ്യണം. ഡയറ്റിങ്ങിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. കുറച്ച് ആസനാസം മാത്രം ചെയ്താൽ യോഗയാവില്ല. ശരിക്കും ഇത് അഷ്ടാംഗ യോഗയാണെന്നാണ് പറയുന്നത്. അഷ്ടാംഗ യോഗ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ജീവിത മൂല്യങ്ങളുണ്ട്. സത്യസന്ധമായ ജീവിത രീതി, ശുചിത്വം പാലിക്കുക, സന്തോഷവാനായിരിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, പ്ലസ് യോഗാസനങ്ങൾ. സമയമുണ്ട്. അതായത് നമുക്ക് അതിരാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
രാവിലെ എഴുന്നേറ്റ് സൂര്യനെ ഉദിക്കുമ്പോൾ തന്നെയുള്ള ആ ഒരു പ്രകാശവും ഊർജ്ജമൊക്കെ നമുക്ക് കൂടുതൽ ലഭിക്കാൻ നല്ലത് ആ സമയമാണ്. അതായത് പിന്നെ നമുക്ക് ഭക്ഷണത്തിന് മുമ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് രാവിലെ ആവാം വൈകിട്ടും ആവാം, കൂടുതൽ നല്ലത് രാവിലെയാണ്. അതിന് ഇത്ര മണിക്കൂർ ചെയ്യണം എന്നുള്ള നിയമമുണ്ടെന്നുള്ളത് ശരിക്കും നമ്മൾ പറയുന്നത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ 1 മണിക്കൂർ ചെയ്യുക. പിന്നെ ഇനി ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അത് 3/4 മണിക്കൂറാക്കാം, അരമണിക്കൂറാക്കാം. നമുക്ക് എന്ത് പറ്റുമോ അത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ 1 മണിക്കൂർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കരമായ എഫർട്ട് എടുത്ത് നമ്മൾ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമുക്ക് എന്ത് പറ്റുമോ അത് മാത്രം ചെയ്യും. ലളിതമായൊരു വ്യായാമ മുറയാണ് യോഗ. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ലളിതമായൊരു വ്യായാമ മുറയാണ്. പക്ഷെ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഡെയിലി വി മസ്റ്റ് പ്രാക്ടീസ്, എങ്കിലേ നമുക്ക് അതിൻ്റെ എന്ത് കിട്ടുള്ളൂ, ഗുണം കിട്ടുള്ളൂ. ഇൻ കേസ് അത് ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയാൽ അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല എന്നാണ് എഫക്റ്റ് ഉണ്ടാവില്ല എന്നല്ല, നമ്മൾ ഇടയ്ക്ക് വെച്ച് നമുക്ക് ചില കാരണങ്ങളാൽ ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അല്ലാതെ അയ്യോ ഞാൻ ഇത്ര ദിവസം ചെയ്തില്ലല്ലോ എന്ന് എഴുതി ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഇടയ്ക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യും. കണ്ടുപിടിച്ചത് അല്ലേ? ഈ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യ, ഭാരതം. ഈ ഭാരതത്തിലാണ് നമ്മൾ യോഗ തുടങ്ങി വെച്ചത് കേട്ടോ. ഭാരതമാണ്. അതുകൊണ്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ആവശ്യപ്പെട്ടത് യോഗാ ദിനത്തിന്റെ കാര്യം. മഹർഷിമാര് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചൊരു സംഗതിയാണ്. അതിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പതാഞ്ജലി മഹർഷി അദ്ദേഹമാണ് യോഗ ഇങ്ങനെയൊക്കെ വേണം, അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഒരു പുസ്തകമുണ്ട്, യോഗസൂത്ര. അതിൽ ഇതെല്ലാം പ്രതിപാദിച്ച് ഒരു പാഠ്യ വിഷയമൊക്കെ ആക്കിയെടുത്തത് നമ്മുടെ യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പതാഞ്ജലി മഹർഷിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരുണ്ട് യോഗസൂത്ര. അപ്പൊ വായനശാലയിൽ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടും, അതൊന്ന് തപ്പിക്കോളും. യോഗസൂത്ര അദ്ദേഹം പറയുന്നത് വാട്ട് ഈസ് യോഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിത്തവൃത്തി നിരോധ. അതായത് ചിത്ത എന്ന് പറഞ്ഞ മനസ്സ്, വൃത്തി എന്ന് പറഞ്ഞ ആക്ഷൻസ്, നിരോധം എന്ന് പറഞ്ഞ കൺട്രോൾ. മനസ്സിന്റെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളെ, വേണ്ടാത്ത ആഗ്രഹങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് യോഗ. അപ്പൊ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നല്ല ചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് കുട്ടികളെ സംബന്ധിച്ച് നല്ലതല്ലേ? വെരി ഗുഡ് അല്ലേ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനെ, നല്ലൊരു വ്യക്തിത്വം, നല്ലൊരു മനുഷ്യനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന രീതിയിൽ സമൂഹത്തിന് നന്മ ചെയ്യും. നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യരെ നാളെ കാണുന്നില്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന കാലത്ത് നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക, സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട്. അതിനുള്ള ഒരു ഉപാധിയാണ്, ഒരു ഒറ്റമൂലിയാണ്, ഒരു ടാബ്ലറ്റാണ് ദിസ് യോഗ. ചേച്ചി ഇപ്പോൾ ഒരു പറഞ്ഞല്ലോ അസുഖമൊക്കെ ഉള്ളവർക്ക് ഞാൻ ആശ്വാസം. ചേച്ചിയുടെ അനുഭവത്തിൽ ചേച്ചി യോഗ പഠിപ്പിച്ചിട്ട് ആർക്കെങ്കിലും ആശ്വാസം കിട്ടിയതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പിന്നെ ഒത്തിരി പേർക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ 25 വർഷമായി ഞാൻ യോഗ പഠിപ്പിക്കുന്നു. 25 വർഷമായി. അപ്പോൾ ഒത്തിരി എക്സാമ്പിളുകൾ പറയാനുണ്ട്. ഞാനിപ്പോൾ അതായത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പേരെ അവിടെ പഠിക്കാൻ പറ്റും. ഒരു ലേഡി ഒരു 13 വർഷമായി അവർ സ്ഥിരം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ മൂന്ന് അസുഖത്തിനും സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുക. 2 മാസം അടുപ്പിച്ച് അവർക്ക് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം ഡോക്ടർ പറഞ്ഞു ഇത്രയും വർഷം അടുപ്പിച്ച് എൻ്റെ അടുക്ക് വരുമ്പോൾ ഡോക്ടർക്ക് കാണുന്ന റിസൾട്ട് അല്ല, മെഡിസിൻ കഴിച്ചിട്ട് ഇല്ലാത്ത യോഗ ചെയ്തപ്പോൾ പറ്റിയെന്നുള്ളതാണ്. അറിയില്ലായിരുന്നു. അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്താണ് പ്രത്യേകത, ഇത്ര ഒരു ചേഞ്ച് കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ പറഞ്ഞു ഞാൻ 2 മാസമായി യോഗ പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഡോക്ടർക്ക് അടുത്ത ചോദ്യം, യോഗ കൊണ്ട് ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ ഭേദമാകുമെന്ന് ഡോക്ടർക്ക് പോലും അതിശയമാണ്. അപ്പൊ അങ്ങനെ ഒരു റിസൾട്ട്. പിന്നെ റിസൾട്ട് എന്ന് പറയാനായിട്ട് ഞാൻ പെരുമ്പാവൂര് കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രൊഫസർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഗ്യാസ് വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ ഗ്യാസ് ഫോം ചെയ്യും. കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതിന് യോഗയിൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചു. അന്ന് ഞാനവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, യോഗ ടീച്ചറാണ്, MBA സ്റ്റുഡൻസ്. അപ്പോൾ ഞാൻ ഭുജംഗാസനം, ശലഭാസനം എന്ന 2 ആസനങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തപ്പോഴേക്കും ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടി. അപ്പോൾ അത് വളരെ നല്ല റിസൾട്ടാണ്. അവർക്ക് അനുഭവമുള്ളവർക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. നമ്മളല്ലെങ്കിൽ ഗ്യാസിന് എന്തൊക്കെ യോഗ ചെയ്താൽ അത്ര ബുദ്ധിമുട്ടുള്ള നമുക്ക് കാര്യം ആശ്വാസമാവും. ഒരു സംശയം വരുന്നത്, ഇപ്പോൾ ഒരു പ്രായം കുറേ കാലത്തിന് ശേഷം പ്രായമൊക്കെ ഇങ്ങനെ ആയി,
അപ്പോൾ ജീവിതത്തിൻ്റെ തിരക്കിനിടയ്ക്കൊന്നും ബന്ധപ്പെട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ തിരക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ശാരീരികപരമായിട്ട് ആ സമയത്ത് ഉണ്ടാകാവുന്ന വയസ്സനുസരിച്ച് ഉണ്ടാകാവുന്ന അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ യോഗ ചെയ്യണമെന്ന് തോന്നുകയാണ്. അപ്പോൾ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഇപ്പോൾ ചോദിച്ച ചോദ്യം പ്രായമായി കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും യോഗ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും പറ്റും. കാരണം എന്താ വെച്ചാൽ യോഗയിൽ ബ്രീത്തിങ് എക്സർസൈസുകളുണ്ട്. അതൊന്നും ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. പ്രാണായാമങ്ങളുണ്ട്, സ്ട്രെച്ചിങ് എക്സർസൈസ്, ലൂസനിങ് എക്സർസൈസ്, മെഡിറ്റേഷൻ. നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടും. അപ്പോൾ ബ്രീത്തിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ താഴെ കിടക്കാനോ ഇരിക്കാനോ പറ്റില്ലെങ്കിൽ നമ്മൾ ഈ കസേരയും ഇരുന്നാൽ മതി. കസേരയും ഇരുന്നിട്ട് നന്നായിട്ട് ശ്വാസം എടുത്ത് വലിക്കുക വിടുക ഡീപ്പായിട്ട് വിടുക. അപ്പോൾ അതിൻ്റേതായ പ്രത്യേകതകൾ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ കൂടുതൽ പ്രവേശിച്ചിട്ട് നമ്മുടെ എന്തൊക്കെയാണോ ഡിസോർഡർ അതിനെ പതുക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതിലും ഭേദമാണ് എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ബോഡിയെ ഫ്ലെക്സിബിൾ ആകും, ബോഡിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. പിന്നെ മെയിനായിട്ട് വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും രോഗത്തിന് യോഗ പ്രത്യേകമായിട്ടുള്ള ഒരു രീതി ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. അത് യോഗ തെറാപ്പി എന്ന് പറയും, യോഗ തെറാപ്പി. അപ്പോൾ നമ്മൾ പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഡൈജഷൻ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കാം, കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകളൊക്കെ. നമ്മൾ ഡയറക്റ്റായിട്ട് അതിനങ്ങോട്ട് കൊടുക്കില്ല, ഫസ്റ്റിൽ തന്നെ കൊടുക്കില്ല. ചെറുതൊക്കെ ചെയ്ത് ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് വേണം നമ്മൾ അതിലേക്ക് പ്രവേശിക്കാനായിട്ട്. ചെറുത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കുറേശ്ശെ കിട്ടും. കാരണം അത്ര റിസൾട്ടാണ് ഈ യോഗയിൽ വരുന്നത്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അപ്പം തന്നെ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ വരുമല്ലോ. അപ്പോൾ അത് തന്നെ കുറയും പെട്ടെന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ അതനുസരിച്ച് റിസൾട്ട് കിട്ടും. യോഗ സെന്റർ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. സന്തോഷം. അപ്പോൾ നമ്മുടെ യോഗ സെന്റർ ഇത് തന്നെയാണ്. യോഗ സെന്ററിന്റെ പേര് നവജീവൻ യോഗ സെന്റർ എന്നാണ്. നവജീവൻ യോഗ സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയെ കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ വടക്കടി ബസ്സിൽ നിന്നാണ് വരുന്നത്. കുറ്റിപ്പുഴ തന്നെ. അപ്പോൾ ചേച്ചിയുടെ അനിയത്തി കുട്ടിയായിട്ട് ഞങ്ങൾ നല്ല പരിചയമാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ചേച്ചി ഇങ്ങനെ ഈ ഫീൽഡിലാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഏതായാലും ഇവിടെ വന്ന് ഈ സെന്ററൊക്കെ ഒന്ന് സന്ദർശിക്കാം, കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാം, സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു സംശയങ്ങളുണ്ട്. യോഗ സെന്ററിന്റെ ടീച്ചറാകാൻ കഴിഞ്ഞതിൽ എങ്ങനെയാണ്? എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഇവിടെ എത്രയോ മക്കളെ നമുക്ക് യോഗ പഠിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുട്ടികൾ, വലിയവര്, മുതിർന്നവര്, രോഗങ്ങളായിട്ട് വരുന്നവരൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ അവർക്ക് നല്ല ആശ്വാസം കൊടുത്തുകൊണ്ട് അവർക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണല്ലോ. നമുക്കൊരു അവരുടെ വേദനകളിൽ കുറവ് കിട്ടുന്നത് നമുക്ക് നല്ല സന്തോഷമാണ്. എനിക്ക് കുറച്ച് നേരം നമ്മളിങ്ങനെ ഈ പോസ്റ്റിൽ ഇരിക്കാൻ പറ്റിയാൽ നമ്മുടെ ബോഡി ഡയമണ്ട് ആവും. അത്ര റിസൾട്ട് കിട്ടും. കാരണം നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്നു, ഏതെങ്കിലും പോസ്റ്റിൽ നമുക്ക് പറ്റുന്ന പോലെ ഇരിക്കുക. അതിനുശേഷം നമ്മൾ ഈ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും നേരെ ബാക്കിലോട്ട് പോയി ബോഡി സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം എക്സൈൽ ചെയ്തുകൊണ്ട് കൈകൾ നേരെ റിവേഴ്സ് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് സാധിക്കുന്ന അത്രയും ഡീപ്പായിട്ട് ബ്രീത്തിങ് എടുക്കുകയും വിടുകയും ചെയ്യും. ഡീപ്പായിട്ട് നോർമൽ ബ്രീത്തിങ് അല്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൈ രണ്ടും പമ്പ് ചെയ്ത് ചൂടാക്കി കണ്ണിന് മുഖത്തിനൊക്കെ കൊടുക്കാം. അതിൽ എനർജി കിട്ടും നമുക്ക്. ഇപ്പം നമ്മൾ ചെയ്ത ഈ ഡീപ് ബ്രീത്തിങ് ഒരു 10 പ്രാവശ്യം മിനിമം നമ്മൾ ചെയ്യും. അത് ഓരോ ദിവസവും 5 വെച്ച് കൂട്ടി കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് അതിൻ്റെതായ റിസൾട്ടുകൾ നമുക്ക് ബോഡിക്ക് കിട്ടും. ഓക്കെ, നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാം. ഏതെങ്കിലും പോസിലിരിക്കുക, ഇഷ്ടമുള്ള പോസിലിരിക്കാം. കൈകൾ രണ്ടും ചിൻ മുദ്രയിൽ കാലിൽ വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. ബോഡി നേരെ ഇരിക്കുക. നമ്മൾ ശാന്തമായിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ് ഒരു 3 എണ്ണം എടുക്കുക. നോർമൽ ബ്രീത്തിങ്
ബ്രീത്തിങ് ഒന്ന് കൗണ്ട് ചെയ്യുക. ഇൻഹെയിൽ എക്സെയിൽ 1, ഇൻഹെയിൽ എക്സെയിൽ 2, അങ്ങനെ കൗണ്ട് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മുടെ നോർമൽ ബ്രീത്തിങ് ഒന്ന് കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ശ്രദ്ധ വിട്ടു പോകുന്നുണ്ടെങ്കിൽ വീണ്ടും 1 മുതൽ നമുക്ക് തുടങ്ങാം. യെസ്, ഓക്കെ. റബ് യുവർ ഹാൻഡ്സ്. കൈകൾ നന്നായി റബ്ബ് ചെയ്ത് ചൂടാക്കി കണ്ണിനും മുഖത്തിനൊക്കെ കൊടുക്കാം. ഓക്കെ. ഈ മെഡിറ്റേഷൻ്റെ ചെറിയൊരു മെത്തേഡാണ് പറഞ്ഞത്. ഇത് നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷനും നമ്മുടെ ബോഡിക്ക് മൈൻഡൊക്കെ റിസൾട്ട് കിട്ടും. ഓക്കെ. ഒരു ദിവസവും ചെയ്യുക. നമ്മളിപ്പോൾ കുറച്ച് നേരം യോഗയായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം പറയും, നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് റിസൾട്ടുകൾ എന്തെങ്കിലും കിട്ടിയോ? മറുപടി നല്ല ക്വസ്റ്റ്യനാണ്. സൂര്യ നമസ്കാരം മാത്രം ചെയ്താൽ മതിയൊന്നും. സൂര്യ നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഒരു 10, 12, 14 സ്റ്റെപ്പുകളിലുള്ള ഒരു റൊട്ടേഷനാണ് സൂര്യ നമസ്കാരം. അതിൽ നമ്മൾ പല ആസനങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നേരമില്ലാത്തവരെ സംബന്ധിച്ച് അത് ചെയ്താൽ അതിൻ്റെതായ ഗുണം കിട്ടും. പക്ഷേ നമ്മുടെ പ്രാണായാമം, ഡീപ്പ് ബ്രീത്തിങ് ഒന്നും അധികം അതിൽ വരുന്നില്ല. പ്രാണായാമങ്ങൾ അതിൽ വരുന്നില്ല. അപ്പം നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യണം നല്ലതാണ്. ഓക്കെ. നമ്മുടെ ബോഡിക്ക് സ്ട്രെച്ചിങ് ആണ്, ബോഡിയുടെ എല്ലാ സിസ്റ്റംസും സ്റ്റിമുലേറ്റ് ചെയ്യും. ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട് നമുക്ക്. അപ്പോൾ അതനുസരിച്ച് അതും വളരെ നല്ലതാണ്. അതും സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാണായാമം കൂടി ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ. താങ്ക് യു. വെരി താങ്ക് യു.